ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതികൾ. കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഇതിന്റെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1951-56. പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഡിസംബർ 8. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. അറിയപ്പെടുന്ന പേര് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ KN രാജാണ്. പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കാണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബർ മാസത്തിലാണ്. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം എന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിൽ ആക്കുമെന്നും വാദിച്ചത് KN രാജാണ്. പ്രധാന ലക്ഷ്യം രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചിട്ടാണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഫക്രാനങ്കൽ അണക്കെട്ടും ഹിരാക്കുഡ് അണക്കെട്ടും. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി. അടിസ്ഥാന ലക്ഷ്യങ്ങളായിരുന്ന ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ പദ്ധതി പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. കാലയളവ് 1956-61. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ്. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യവസായിക നയമാണ്. 1956. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന 1956 വ്യവസായിക നയപ്രമേയമാണ്. ദേശീയ ഹൈവേ ആക്ട് 1956. നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഇത്. തൊഴിൽ ഇല്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട വ്യവസായശാലകളാണ് ഭിലായ് ഛത്തീസ്ഗഡിലും റൂർക്കേല ഒഡീഷയിലും. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%,
കൈവരിച്ചത് 4.27%. വ്യവസായിക നയം 1956. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായിട്ട് പുതിയ വ്യവസായിക നയം അംഗീകരിച്ച വർഷം 1956 ആണ്. 1956 നിലവിൽ വന്ന വ്യവസായിക നയം വ്യവസായങ്ങളെ 3 തരംതിരിച്ചു. 1. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. 2. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ. 3. അവശേഷിക്കുന്ന മറ്റ് തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. PC മഹലനോബിസ് അഥവാ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ്. PC മഹലനോബിസ് 1893 കൽക്കട്ടയിൽ ജനിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹലനോബിസ് അംഗമായത് 1946 ലോകപ്രസിദ്ധനായ സ്ഥിതി വിവരശാസ്ത്ര നിപുണനാണ് PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ്. അടുത്തതായിട്ട് നമുക്ക് 3-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. കാലയളവ് 1961-66. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് പ്ലാൻ ഹോളിഡേയെ കുറിച്ച് നോക്കാം. കാലയളവ് 1966-69. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് 1966-69 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നിട്ടാണ്. 3-ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അടുത്തതായിട്ട് 4-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1969-74. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ PSC ഉത്തരപ്രകാരം ഗാഡ്ഗിൽ യോജന 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ ആണ് നിലവിൽ വന്നത്. 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഊന്നൽ നൽകുന്നത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 14. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണവും നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. ഇത് കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3%. 5-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1974-78. പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. മറ്റ് ലക്ഷ്യങ്ങൾ നോക്കിയാൽ കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക. 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975.
ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജോലിക്ക് കൂലി, ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി 1975-ലാണ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി അഥവാ ICDS പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചു. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. റോളിംഗ് പ്ലാൻ 1978-80. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം 1978-80 ആണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണ്ണാർ മർഡാലാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റാണ്. അടുത്തതായിട്ട് 6ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1980-85. 6ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം ഇട്ടിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രണം എന്നിവയൊക്കെയാണ്. NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEG റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. DWCRA ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആരംഭിച്ചതും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തതായിട്ട് 7ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1985-1990 വരെയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. പ്രധാന ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യ ഉൽപാദനങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന അഥവാ JRY നടപ്പിലാക്കിയത് 1989 ഏപ്രിൽ 1-നാണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. അടുത്തതായിട്ട് വാർഷിക പദ്ധതി 1990-92. 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയത് 1990 മുതൽ 92 വരെയാണ്. നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിൽ ആണ്. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കിയാൽ 1. ഉദാരവൽക്കരണം, 2. സ്വകാര്യവൽക്കരണം, 3. ആഗോളവൽക്കരണം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് PC നരസിംഹറാവു ആണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്തെ ധനമന്ത്രി. അടുത്തതായിട്ട് 8ാം പഞ്ചവത്സര പദ്ധതി. ഇതിന്റെ കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992. മൻമോഹൻ സിംഗ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികസനമാണ്. ഇന്ത്യ
ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8-ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8-ാം പഞ്ചവത്സര പദ്ധതി. 8-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ചത് 6.8%. അടുത്തതായിട്ട് 9-ാം പഞ്ചവത്സര പദ്ധതി. വർഷം 1997 മുതൽ 2002 വരെയാണ്. ഇന്ത്യക്ക് സ്വതന്ത്രം ലഭിച്ചതിൻ്റെ 50-ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ PSC ആൻസർ 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് 2-ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത്? 9-ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9-ാം പഞ്ചവത്സര പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%, കൈവരിച്ചത് 5.4%. അടുത്തതായിട്ട് 10-ാം പഞ്ചവത്സര പദ്ധതി. ഇതിൻ്റെ കാലയളവ് 2002 മുതൽ 2007 വരെയാണ്. ഇന്ത്യയുടെ 10-ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുന്നതിന് കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. പ്രധാന ലക്ഷ്യങ്ങൾ ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10-ാം പഞ്ചവത്സര പദ്ധതി. 10-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.1%, കൈവരിച്ചത് 7.7%. അടുത്തതായിട്ട് 11-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 2007 മുതൽ 2012 വരെ. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ആധാർ പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11-ാം പഞ്ചവത്സര പദ്ധതി. 11-ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 8%. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 11-ാം പഞ്ചവത്സര പദ്ധതി. അടുത്തതായിട്ട് 12-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 2007 മുതൽ 2012 വരെ. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4%. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1-ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക 2-ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മാതൃക 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8-ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ ഫ്രണ്ട്സ്, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പറയുന്ന ഈ ഒരു വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.